Rajesh. Gio Sawan, Best Playback Singer, Female. So, ഈ ഒരു അവാർഡ് നൽകുന്നതിനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ്. വേദിയിലേക്ക് വരാൻ പോകുന്ന മറ്റാരുമല്ല, തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട സംവിധായകനാണ്. മലയാളികൾക്ക് കുറച്ച് കണക്ട് ഉള്ള ഒരു സംവിധായകനാണ്. കാര്യം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നയൻസിന്റെ വുഡ് ബി കൂടിയാണ് അദ്ദേഹം. Ladies and gentlemen, a huge round of applause for the extremely talented director. His name is Vignesh Shivan. ആരാണ് വിന്നർ? സിതാര കൃഷ്ണകുമാർ. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം, ഹൃദയം നിറഞ്ഞ നമസ്കാരം. സായിമയ്ക്ക് ഇത് 2ാം തവണയാണ് വരുന്നത്. ഖത്തറിൽ ഒരുപാട് തവണയായി വരുന്നു. എന്നും ഇതേപോലെ സ്നേഹത്തോടെ മാത്രമേ ഈ സ്ഥലം സ്വീകരിച്ചിട്ടുള്ളൂ. ഇന്നും ഈ സ്നേഹത്തിന് നന്ദി, സായിമയ്ക്ക് നന്ദി. ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈട എന്ന് പറഞ്ഞ ചിത്രത്തിലെ ശ്രീ അൻവർ അലി എഴുതിയ ശ്രീ പാരീസ് ചന്ദ്രേട്ടൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഇത് ഈ പരിചയമുള്ള നിങ്ങൾക്ക് മലയാളികളുണ്ടല്ലോ അല്ലേ? പരിചയമുള്ള പാട്ടിൻ്റെ കുറച്ച് വരികൾ പാടുകയാണ്. ഈ പാട്ട് ഇങ്ങനെയാണ്: മാരിവിൽ മായണ കാർമുകിൽ മൂടണ മൂളണ മൗനമെന്നും. അങ്ങനെ പോണൊരു കുറച്ച് സങ്കട ചായയുള്ള പാട്ടാണ്. അപ്പം വേണമെങ്കിൽ ഒന്ന് സന്തോഷമാവാൻ ഒത്തിരി ഒരു ഫാസ്റ്റായിട്ടുള്ള പാട്ട് പാടാം അല്ലേ? Thank you so much, Sitara. Beautifully you sang. Thank you so much. ഞങ്ങൾ രണ്ടുപേരും വളരെ പേഴ്സണലി കാത്തിരുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് സിത്താര ചേച്ചി. സിത്താര ചേച്ചി മലയാളത്തിൽ ഇങ്ങനെ മാസ പാട്ടുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ലൈവായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പാട്ടാണ്. അതെ, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ആഗ്രഹമാണ്. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൻ ശലഭം വരവായി, അടടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാം ഒരു കുറിവാ. Very fine. This is my second time. 2015 ആദ്യം സൈമ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സദാപാലയ പറഞ്ഞ പാട്ടാണ്. ഇപ്പം 2ാമത് ഇങ്ങനെ വരുമ്പോൾ വലിയ സന്തോഷം. ഒരു ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര സെലിബ്രേഷൻ മൂഡാണല്ലോ ഇവിടെ. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു ടൈം. സോ ഓക്കെ, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെ കാണാനാണ് എക്സൈറ്റഡ് ആയിട്ട്? ആ ഒരു എക്സൈറ്റഡ് അങ്ങനെ പറയല്ലേ. അനിരുദ്ധൻ. ഓക്കെ, തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ആരെങ്കിലും ഒക്കെ? DSP സാർ ഇതിലുണ്ടായിരുന്നു. മീറ്റ് ചെയ്തോ? ഇല്ല, കണ്ടില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ DSP സാറിനെയും അനിരുദ്ധിനെയും കാണാനാണ് സിത്താര ചേച്ചി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സിത്താര ചേച്ചി, അതെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് പോയി വേണ്ടി ചോദിക്കാം. ഓക്കെ ചേച്ചി, അപ്പൊ ആദ്യത്തെ ചോദ്യം, കരിയർ അഡ്വൈസ്. ഇപ്പൊ ചേച്ചി ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിംഗറാണ്. വരുന്ന പുതിയ സിംഗേഴ്സിനോട് ഒരു കരിയർ അഡ്വൈസ് ആയിട്ട് എന്താണ് കൊടുക്കുക? ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും അഡ്വൈസ് സ്വീകരിക്കേണ്ട പരുവത്തിലിരിക്കുകയാണ്. അവരുടെ ജീവിതം ലെവൽ അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അഡ്വൈസ്. പ്രാക്ടീസ്. ടോട്ടലി. ഓക്കെ, അടുത്ത ചോദ്യം, the most memorable level up moment in your career. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ആ ഒരു ലെവൽ അപ്പ് നിമിഷം. കുറേ മൊമെന്റ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എൻ്റെ ഫാമിലിയൊക്കെ ചെറിഷ് ചെയ്യണമെന്ന് യേശുദാസ് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് പെർഫോം ചെയ്ത സ്റ്റേജ് ആയിരിക്കും. ഏത് പാട്ടാണ് പാടിയത്? ആദ്യം ഞാൻ അദ്ദേഹത്തിന് ഒരു സമ്മാനം വാങ്ങിയതാണ്. ഒരു വിന്നറായിട്ട്, കോമ്പറ്റീഷനിൽ വിന്നറായിട്ട്. പിന്നെ കൂടെ പാടുന്ന ആദ്യത്തെ പാട്ട് ഓസൈനമാണ്. അതിനിടയിൽ ഹമ്മിങ് ഉണ്ട്. അത് ഭയങ്കര നല്ല ക്യൂട്ട് ഹമ്മിങ്. ചിത്രേഷ് പാടി ഭയങ്കര സംഗതിയുള്ള അതെനിക്ക് ഡബിൾ ആയിട്ട് വന്ന് വിറച്ചിട്ടുണ്ട്. അങ്ങനെയില്ല കേട്ടോ, ഇതൊക്കെ പ്രഷ്യസ് മൊമെന്റ് ആയിരുന്നു. അപ്പം സിത്താര ചേച്ചിനെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല.
താങ്ക് യു സോ മച്ച്. അടിച്ച് പൊളിക്കും. അതെ, തകർക്കും. താങ്ക് യു സോ മച്ച് രണ്ടാൾക്കും താങ്ക് യു.